ഇന്ന് നമുക്ക് മണിയുടെ സബ്ട്രാക്ഷൻ പഠിക്കാം. അഡീഷൻ പഠിച്ചില്ലേ? സബ്ട്രാക്ട് ചെയ്യാൻ അഡീഷൻ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 109. പേജ് നമ്പർ 109. അതില് എക്സൈസ് 4.3 ബി സബ്ട്രാക്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനില് ഫസ്റ്റ് വൺ ഒന്ന് നോക്കിയേ. റുപ്പീസ് പൈസ ആദ്യം നമ്മൾ കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്നു. 180 റുപ്പീസ്. ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതിയാൽ മതിയേ. 180 റുപ്പീസ് 56 പൈസ മൈനസ് minus 98 rupees 70 പൈസ. എന്ത് ചെയ്യണം? ആദ്യം പൈസ സബ്ട്രാക്ട് ചെയ്യാം. പൈസ സബ്ട്രാക്ട് ചെയ്യുമ്പോ 6 മൈനസ് 0 6. 5ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് റുപ്പീസിൽ നിന്ന് ആദ്യത്തെ പ്ലേസിൽ നിന്ന് ഒരു 1 ബോറോ ചെയ്യാം. ഇവിടെ 0 ആയതുകൊണ്ട് 1 ബോറോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? നോട്ടിൽ എഴുതണ, ടെക്സ്റ്റിൽ തന്നെ ആൻസർ എഴുതിയാൽ മതി. പേജ് നമ്പർ 109. അപ്പൊ ഈ 8ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് ബോറോ ചെയ്യുന്നു. ഇവിടെ 10 ആയി. ആ 10ൽ നിന്ന് ഒരു 1 പൈസയിലേക്ക് ബോറോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 15 ആയി. ഇവിടെ ബാക്കി എത്രയുണ്ട്? 10ൽ നിന്ന് ഒരു 1 പോയാൽ ഇവിടെ 9 ഉണ്ട്. ഓക്കെ, 15ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 8 എന്ന് കിട്ടും. അപ്പൊ 86 പൈസ. ഇനി റുപ്പീസ് മൈനസ് ചെയ്യാം. 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 1. ഇവിടെ 8ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ 7 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു 1 കൂടി ബോറോ ചെയ്യുന്നു. 17. 17ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 8 എന്ന് കിട്ടും. അപ്പൊ എത്ര ആൻസർ? 81 റുപ്പീസ് 86 പൈസ. ഇത് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സെക്കൻഡ് വൺ. റുപ്പീസ് പൈസ. Second question, 556 rupees 82 paise minus 412 rupees 74 paise. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം പൈസ സബ്ട്രാക്ട് ചെയ്യാം. 2ൽ നിന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1 ബോറോ ചെയ്യുന്നു. ഇവിടെ 12 ആയി. 8ൽ നിന്ന് 1 പോയാൽ ഇവിടെ 7 മാത്രമേ ബാക്കിയുള്ളൂ. 12ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 8. 7ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 0. 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 4. 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അഗെയിൻ 4. 5ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 1. 144 rupees 8 paise. ഒന്നുകൂടി പറഞ്ഞുതരണോ? അടുത്ത മൂന്നാമത്തതും കൂടി പറഞ്ഞുതരാം. റുപ്പീസ് പൈസ 129 rupees 8 paise minus 98 rupees 59 paise. എന്ത് ചെയ്യാം? ആദ്യം പൈസ മൈനസ് ചെയ്യാം. 8ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യണം. ഇവിടെ 0 ആണ്.
അപ്പൊ അതുകൊണ്ട് തൊട്ട് മുന്നിലുള്ള പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യുക. ഇവിടെ 9, 9ൽ നിന്ന് 1 എടുത്താൽ ഇവിടെ 10 ആയി. 10ൽ നിന്ന് 1 നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, ഇവിടെ 18. ഇപ്പൊ 0ന്റെ പ്ലേസിൽ ഇപ്പൊ 9 ആണ് ബാക്കിയല്ലേ. 18ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 9, 9ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 4. ഇവിടെ 9ന്റെ പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്തതുകൊണ്ട് ഇവിടെ 8 മാത്രമേ ബാക്കിയുള്ളൂ. 8ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 0. 2ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ, 1 ബോറോ ചെയ്യാ. അപ്പൊ ഇവിടെ എന്തായി, 12 ആയി. 12ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ 109, 109, 30.49, അതായത് 30 rupees 49 paise. നാലാമത്തെയും അഞ്ചാമത്തെയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 912 rupees 35 paise minus 406 rupees 20 paise. 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 5. 3ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 1. 2ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റില്ല. 1 ബോറോ ചെയ്യുന്നു. ഇവിടെ 12. 12ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 6. ഇവിടെ 0 ആണ് ബാക്കിയുള്ള. 0ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 0. 9ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 5. 506 rupees 15 paise. നാലാമത്തെ ആൻസർ. ഇനി അഞ്ചാമത്തത്, 200 rupees 12 paise minus 147 rupees 6 paise. എങ്ങനെ ചെയ്യും? 2ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റില്ല. 1 ബോറോ ചെയ്യാം. ഇവിടെ 12 ആയി. 12ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 6. ഇവിടെ 0 ആണ്. 0ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 0. 0ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? 1 ബോറോ ചെയ്യണം. ഇവിടെയും 0 ആയതുകൊണ്ട് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്യാം. ഇവിടെ 10. 10ൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ വൺസിന്റെ പ്ലേസിൽ 10 വരും. ഇവിടെ 9 വരും. 10ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 3. 9ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 5. 53 rupees 6 paise. 53 rupees 6 paise. ബാക്കിയുള്ള 3 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള 3 ടെക്സ്റ്റിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നോട്ടിൽ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സി എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ദ ഡിഫറൻസ്. അതും ഇതേപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. അതൊരു 6 ഉണ്ട്. അതും കൂടി നോട്ടിൽ ചെയ്ത് വെച്ചു. ടെക്സ്റ്റിൽ സ്പേസ് ഉള്ളത് ടെക്സ്റ്റിൽ എഴുതാം, ബാക്കി നോട്ടിൽ ചെയ്യാം. പിന്നെ വരുന്നത് സബ്ട്രാക്ഷന്റെ വേർഡ് പ്രോബ്ലംസ്. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും വേർഡ് പ്രോബ്ലം. അത് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. മീനിങ് പറഞ്ഞുതരാം, അതിനനുസരിച്ച് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി. മണി എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പേജ് നമ്പർ 112 ഒന്നെടുത്തേ. പേജ് നമ്പർ 112. അതില് എക്സൈസ് 4.5 കണ്ടോ? റുപ്പീസ് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റുപ്പീസിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ചെയ്യാം. റുപ്പീസ് 7 into 7. റുപ്പീസ് 7 into 7 എത്ര വരും? 7ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുക, റുപ്പീസിന്റെ സിമ്പിൾ ഇടാം. എങ്ങനെ എഴുതാം? റുപ്പീസ് 7 into 7 is equal to rupees 7 into 7 49. അവിടെ എഴുതി വെച്ചു.
rupees 49. Next, rupees 3 into rupees 3 into 10. Answer rupees and 3 into 10, 30. സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അതില് പ്രൊഡക്റ്റിന്റെ കൂടെ റുപ്പീസ് വരുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അടുത്തത് rupees 5 into 4. rupees 5-നെ 4 times മൾട്ടിപ്ലൈ ചെയ്താൽ rupees 20 കിട്ടും. ഓക്കെ, rupees 8-നെ 12 times മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 8 into 12, 96. That is rupees 96 എന്ന് കിട്ടും. റുപ്പീസ് മാത്രമാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ആ റുപ്പീസ് എമൗണ്ടിനെയും തന്നിരിക്കുന്ന നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റിന്റെ കൂടെ റുപ്പീസ് ചേർക്കുക. ഇനി റുപ്പീസും പൈസയുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ റുപ്പീസും പൈസയും ഉണ്ട്. റുപ്പീസ് 3.70. rupees 3.70 എന്ന് പറഞ്ഞാൽ 3 rupees 70 paise into 8. 8 എന്നത് പൈസയുടെ താഴെ എഴുതുക. എന്നിട്ട് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ റുപ്പീസിനെയും പൈസേനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡെസിമൽ പോയിന്റ്, റുപ്പീസിന്റെയും പൈസയുടെയും ഇടയിൽ വരുന്ന ഡെസിമൽ പോയിന്റ് അതേപോലെ പ്രൊഡക്റ്റിലും ഇടാം. 8 into 0, 0. 7 into 8, 56-ന് 6 എഴുതുക. റിമൈൻഡർ 5 ഉണ്ട്. ആ 5 എന്ത് ചെയ്യും? റുപ്പീസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ആഡ് ചെയ്യും. 3 into 8, 24. 24 plus 5, 29. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈസ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡിജിറ്റ് ആയാൽ പിന്നെ ബാക്കി വരുന്ന ഡിജിറ്റ് എഴുതേണ്ടത് റുപ്പീസിന്റെ കൂടെയാണ്. പൈസ എപ്പോഴും 2 ഡിജിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മാത്രമേ പൈസ വരുള്ളൂ. അപ്പോ പൈസ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ബാക്കി ആഡ് ചെയ്യുന്നതും ബാക്കി വരുന്ന ഡിജിറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഏതിലാ? റുപ്പീസിന്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. 29 rupees 60 paise എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റുപ്പീസ് paise 12 rupees 98 paise. 12 rupees 98 paise into എത്ര ചെയ്യണ്ടേ? 4. 12 rupees 98 paise into 4. അത് നമ്മൾ പൈസേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 into 4, 32 into 2, റിമൈൻഡർ 3. 9 into 4, 36. 36 plus 3, 39-ന്റെ 9 ഇവിടെ എഴുതി. അഗെയിൻ റിമൈൻഡർ 3. 2 into 4. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ? റുപ്പീസ് ആണ്. അപ്പൊ ഡെസിമൽ പോയിന്റ്, പൈസ കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടതിന് ശേഷം റുപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 4, 8. 8 plus 3, റിമൈൻഡർ 3 ഉണ്ട് ഇവിടെ. 8 plus 3, 11. അഗെയിൻ റിമൈൻഡർ 1 വന്നു. 1 into 4, 4. 4 plus 1, 5. 51 rupees 92 paise. 51 rupees 92 paise. Okay. മൂന്നാമത്തെ ഒന്നും കൂടി ചെയ്തുതരാം. 4 rupees. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4 rupees 65 paise
into 9. സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 9 into 5, 45 ന് 5 എഴുതി, റിമൈൻഡർ 4. 9 into 6, 54. 54 plus 4, 58 ന് 8 എഴുതി, റിമൈൻഡർ 5. ആ റിമൈൻഡർ 5 നമ്മൾ എവിടെ ആഡ് ചെയ്യും? റുപ്പീസിനോട് കൂടി ആഡ് ചെയ്യും. 9 into 4, 36. 36 plus 5, 41. 41 rupees 85 paise. 41 rupees 85 paise. Okay. അടുത്ത രണ്ടെണ്ണം, നാലാമത്തതും അഞ്ചാമത്തതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 14 rupees 52 paise into 5. 16 rupees 0 paise into 6. അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയേ നിങ്ങള്. 14 rupees 52 paise into 5. ആദ്യം നമ്മൾ പൈസേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 5, 10 ന് 0, റിമൈൻഡർ 1. 5 into 5, 25. 25 plus 1, 26 ന് 6 എഴുതി, റിമൈൻഡർ 2. 4 into 5, 20. 20 plus 2, 22. Remainder again 2. 1 into 5, 5. 5 plus 2, 7. 72 rupees 60 paise. 72 rupees 60 paise ആണ് നാലാമത്തെ ആൻസർ. Next, fifth one, 16 rupees 0 paise into 6. 6 into 0, 0. Again 6 into 0, 0. 6 into 6, 36 into 6, remainder 3. 1 into 6, 3. Sorry, 1 into 6, 6. 6 plus 3, 9. 96 rupees 0 paise. ശരിയാണോ? ബാക്കിയുള്ള മൂന്നെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് ഇതില് വേർഡ് പ്രോബ്ലംസ് ആണ്. വേർഡ് പ്രോബ്ലംസ് ഞാൻ വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത ചാപ്റ്റർ പറയാം. ടൈം. പേജ് നമ്പർ 114. നിങ്ങൾക്ക് എല്ലാവർക്കും സമയം നോക്കാൻ അറിയോ? സമയം നോക്കാൻ അറിയോ? കറക്റ്റ് ഈ ക്ലോക്കിൽ സമയം നോക്കാൻ അറിയോ? നിങ്ങളുടെ ഡിജിറ്റൽ വാച്ച് അല്ലാതെ ഇതുപോലുള്ള വാച്ചിൽ സമയം നോക്കാൻ അറിയോ? അറിയില്ല? കഷ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ എത്തിയിട്ട്. ഡിജിറ്റൽ വാച്ച് അല്ലാതെ ക്ലോക്ക് പോലെ തന്നെയല്ലേ ഇത് ഇതുപോലുള്ള വാച്ച്. എന്താ അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് ഒക്കെ ഉള്ള വാച്ച്, ക്ലോക്ക് അതുപോലെ. അറിയോ സമയം നോക്കാൻ? അപ്പോ വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിൽ എത്ര ഹാൻഡ്സ് ഉണ്ട്? 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എത്ര ഹാൻഡ്സ് ഉണ്ട്? പഠിച്ചത് രണ്ടായിരിക്കും. അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ ക്ലോക്കിൽ നോക്കിയാൽ കാണും ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരു ഹാൻഡ് സ്പീഡിൽ ഓടി ഓടി പോന്ന കാണാം അല്ലെ? നിർത്താതെ ഓടുന്ന കാണാം. അതെവിടെ നിൽക്കുന്നതാണല്ലോ ഒരേ ഓട്ടാ. മെലിഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും, നേർത്തതുകൊണ്ടായിരിക്കും. മെലിഞ്ഞവർക്ക് ഓടാൻ വേഗത്തിൽ ഓടാൻ പറ്റും. അങ്ങനെയുണ്ടോ? ഏറ്റവും പതുക്കെ പോകുന്നത് ഏത് ഹാൻഡാ ക്ലോക്കിലെ? ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്നത് അവർ ഹാൻഡ് അല്ലെ? അവർ ഹാൻഡ് ക്ലോക്കിലെ ഏറ്റവും തടിച്ചിരിക്കുന്ന ഹാൻഡാണ്. നീളം കുറഞ്ഞ് തടിച്ചിരിക്കുന്ന ഹാൻഡാണ് അവർ ഹാൻഡ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഏറ്റവും മെല്ലെ പോകുന്നത്. ഏറ്റവും നീളം കൂടി മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഏറ്റവും സ്പീഡിൽ പോകും. ഓക്കെ. അപ്പൊ ക്ലോക്കിൽ നിങ്ങൾക്കറിയാം ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെ ക്ലോക്കിൽ കാണാൻ പറ്റും? എത്ര വരെ കാണാൻ പറ്റും?
1 to 12 കാണാൻ പറ്റും അല്ലെ? അത് ഈക്വൽ ഡിസ്റ്റൻസില് 1 2 3 4 5 6 7 8 9 10 11 12 വരെ ക്ലോക്കില് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഡിജിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദൂരം ഈക്വൽ ആയിരിക്കും. ആ ഓരോ ഡിജിറ്റും തമ്മില് ചെറിയ ചെറിയ വരകളും തമ്മില് ചെറിയ ചെറിയ വരകൾ ഇട്ടിട്ടുണ്ടാവും അതിനിടയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ക്ലോക്കുകളിൽ കാണാൻ പറ്റും, വാച്ചിൽ അധികം കാണാൻ പറ്റില്ല. ക്ലോക്കുകളിൽ ഉണ്ടാവും ഓരോ ഡിജിറ്റും തമ്മിൽ അതിന്റെ ഇടയിൽ എന്ത് ചെറിയ ചെറിയ കുറച്ച് വരകൾ ഉണ്ടാവും, നമ്മുടെ സ്കെയിലൊക്കെ കാണുന്ന പോലെ അല്ലെ? അപ്പോ നമ്മുടെ ഈ സെക്കൻഡ് ഹാൻഡ് ഇല്ലേ, സ്പീഡിൽ പോകുന്ന ഹാൻഡ്, ഓടി ഓടി പോകുന്നത്, ആ ഹാൻഡ് ഒരു തവണ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ചെറിയ വരയില്ലേ, 2 ഡിജിറ്റിനിടയിൽ വരുന്ന ചെറിയ വരയില്ലേ, ആ ഒരു വരയിൽ നിന്ന് തൊട്ടടുത്ത വരയിലേക്കാണ് ആ സെക്കൻഡ് ഹാൻഡ് ഒരു തവണ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? 1 സെക്കൻഡ് ആയി എന്ന് പറയും. ആ ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന ഹാൻഡ് ഒരു ചെറിയ വരയിൽ നിന്ന് തൊട്ടടുത്ത ചെറിയ വരയിലേക്ക് ഒരു തവണ മൂവ് ചെയ്യുന്നതിനെ 1 സെക്കൻഡ് എന്ന് പറയും. ഓക്കെ, 1 സെക്കൻഡ് എന്ന് പറയും. ഇനി മിനിറ്റ് ഹാൻഡ് അറിയാലോ, അധികം മെലിഞ്ഞിട്ടും അല്ല അധികം തടിച്ചിട്ടും അല്ല, അധികം നീണ്ടിട്ടും അല്ല അധികം ഷോർട്ട് ആയിട്ടും അല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു ഹാൻഡ് ഉണ്ടല്ലോ, അവർ ഹാൻഡിന്റെ സെക്കൻഡ് ഹാൻഡിന്റെ ഇടയിൽ വരുന്നത്. ആ മിനിറ്റ് ഹാൻഡ് ഈ ചെറിയ ഒരു വരയിൽ നിന്ന് തൊട്ടടുത്ത വരയിലേക്ക് എത്താൻ വേണ്ടി എത്തുന്ന സമയമാണ് 1 മിനിറ്റ്. ഓക്കെ, ആ ചെറിയൊരു വരയിൽ നിന്ന് തൊട്ടടുത്ത ചെറിയ ഒരു വരയിലേക്ക് മിനിറ്റ് ഹാൻഡ് എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ മിനിറ്റ് ഹാൻഡ് ആ ഒരു വരയിൽ നിന്ന് തൊട്ടടുത്ത വരയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം കൊണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് എന്ത് ചെയ്യും? ഒരു ഫുൾ റൗണ്ട് അടിച്ചിട്ട് വരും. 12 നിന്ന് തുടങ്ങി കറങ്ങി തിരിഞ്ഞ് 12 തന്നെ എത്തും. ആ സെക്കൻഡ് ഹാൻഡ് 12 നിന്ന് തുടങ്ങി 12 എത്തുന്ന സമയം കൊണ്ടാണ് മിനിറ്റ് ഹാൻഡ് 12 നിന്ന് അതിന് തൊട്ടടുത്തുള്ള ചെറിയ വരയിലേക്ക് എത്തുന്നത്. ഇനി മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ ഓരോ വരയിലേക്കും കടന്ന് 12 നിന്ന് 1-ലെത്തി, 2-ലെത്തി, 3-ലെത്തി, 4-ലെത്തി, 5-ലെത്തി, ഇങ്ങനെ പോയി വീണ്ടും 12 എത്തുന്ന സമയം വേണം എന്തിന്? നമ്മുടെ അവർ ഹാൻഡ് ഇല്ലേ, തടിയൻ ഹാൻഡ്, തടിച്ചിരിക്കുന്നത്, ആ അവർ ഹാൻഡിന് 12 നിന്ന് 1-ലേക്ക് എത്താൻ. അത്രയും പതുക്കെയാണ് അവർ ഹാൻഡ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ്, മീഡിയം സ്പീഡിൽ പോകുന്നത് മിനിറ്റ് ഹാൻഡ്, ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ സ്ലോ ആയിട്ട് പോകുന്നത് അവർ ഹാൻഡ്. ഓക്കെ, അത് നിങ്ങള് ആ ഹാൻഡിന്റെ തടിച്ചിരിക്കുന്നതാണോ മെലിഞ്ഞിരിക്കുന്നതാണോ എന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും മെലിഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ്, അതുകൊണ്ട് അത് നല്ല സ്പീഡിൽ കറങ്ങും. തടിച്ചിരിക്കുന്നത് അവർ ഹാൻഡ്, അതുകൊണ്ട് അത് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഏതൊക്കെ ഹാൻഡ്സ് ഉണ്ട് നമ്മുടെ ക്ലോക്കില്? അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഡിജിറ്റിന്റെയും ഇടയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു വരയുണ്ട് എന്ന് പറഞ്ഞു. എത്ര വരകൾ ഉണ്ടാവും? 4 വരകൾ ഉണ്ടാവും. 4 വരകൾ ഉണ്ടാവും. ഒരു ഡിജിറ്റും 2 ഡിജിറ്റ്സ് തമ്മിൽ അതിനിടയിൽ നോക്കിയാൽ 4 വരകൾ കാണാം. അതായത് 2 ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ഡിവിഷൻ ആണ്. 5 ഡിവിഷൻസ് വരുന്നുണ്ട് അവിടെ. അതായത് 12 നിന്ന് 1-ലേക്ക് സെക്കൻഡ് ഹാൻഡ് എത്തുമ്പോഴത്തേക്കും 5 സെക്കൻഡ്സ് ആവും. അതേപോലെ മിനിറ്റ് ഹാൻഡ് 12 നിന്ന് 1-ലേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര മിനിറ്റ് ആവും? ഒരു ഡിവിഷൻ കവർ ചെയ്യുമ്പോൾ 1 മിനിറ്റ്,
2 ഡിവിഷൻ കവർ ചെയ്യുമ്പോൾ 2 മിനിറ്റ്, 3 ഡിവിഷൻ കവർ ചെയ്യുമ്പോൾ 3 മിനിറ്റ്. അങ്ങനെ 12ൽ നിന്ന് 1ലേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര മിനിറ്റ് ആയി എന്ന് പറയും? 5 മിനിറ്റ്സ് ആയി എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലോക്കിൽ മൊത്തമായിട്ട് നോക്കിയാൽ, ഫുൾ റൗണ്ട് നോക്കിയാൽ എത്ര ഡിവിഷൻസ് ഉണ്ടാവും എന്നറിയോ? 60 ഡിവിഷൻസ് ഉണ്ടാവും, 60 ഡിവിഷൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മിനിറ്റ് ഹാൻഡ് 12ൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് മെല്ലെ കറങ്ങി 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 തിരിച്ച് 12ലേക്ക് എത്തുമ്പോഴത്തേക്കാണ് അവർ ഹാൻഡ് 12ൽ നിന്ന് 1ലേക്ക് എത്തുന്നത്. അതായത് 1 മണിക്കൂറായി എന്ന് പറയും. 1 hour. മിനിറ്റ് ഹാൻഡ് 12ൽ നിന്ന് തിരിച്ച് 12ലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ ഹാൻഡ് 12ൽ നിന്ന് 1ലേക്ക് എത്തും. അതായത് 1 hour is equal to 60 minutes. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമായിരിക്കും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. ഓക്കെ, അപ്പോ ഒരു ദിവസം എത്ര മണിക്കൂറാ? ഒരു ദിവസം എത്ര മണിക്കൂറാ അറിയോ? 1 day is equal to 24 hours. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം 1 hour is equal to 60 minutes. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. ആ കാര്യം ഓർമ്മിച്ചു വെക്ക. ബാക്കി നമുക്ക് സമയം നോക്കാനും വായിക്കാനും കൺവേർട്ട് ചെയ്യാനൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.